ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി? എങ്ങനെയാണ് ഫണൽസ് നമ്മുടെ ഒരു ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മളൊരു ഫണല് ക്രിയേറ്റ് ചെയ്യണം? അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ താഴെ ആയിട്ട് ഞാനൊരു ഫണലിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിലൊരു വലിയൊരു മൗത്ത് ഉണ്ട്. അതിലൂടെയാണ് നമ്മുടെ ഇപ്പൊ ഓയിലാണെങ്കിലും എന്ത് സാധനം നമ്മൾ ഒഴിക്കുന്നെങ്കിൽ ഇതിലേക്കൂടെ ഒഴിക്കുന്നു. വലുതിൽ നിന്ന് ആ ചെറുതിലേക്ക് വരുന്നു. അവിടെ നിന്ന് ആ ഒരു ബോട്ടിലിലാണോ എന്തിലാണോ നമ്മളത് ഒഴിക്കുന്നത് അതിനെ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. സെയിം വേ തന്നെയാണ് നമ്മള് ഈ അഡ്വർടൈസിങ് ചെയ്യുന്നതും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു അല്ലെങ്കിൽ മെറ്റാ ആഡ്സിന്റെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുന്നു എന്നതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ആ ഒരു സെയിൽസിനെ കൂട്ടിയെടുക്കുക. നിങ്ങൾക്കിപ്പോ ഒരു ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് ആണ് ഡെയിലി വിൽക്കുന്നതെങ്കിൽ അവിടെ നിന്ന് ഒരു 100 അല്ലെങ്കിൽ ഒരു 1000 ലെവലിലേക്ക് നിങ്ങളെ മാറ്റുക. ഇതില് ഫണലിന്റെ ഏറ്റവും മേളിലുള്ള പോർഷനെയാണ് അവയർനെസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ സർവീസസ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരെ മാക്സിമം അറിയിക്കണം, അവരെ പഠിപ്പിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മള് ഈ കോൾഗേറ്റ് പോലെയുള്ള പ്രോഡക്ട്സ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ പൊടികളായിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു കോമൺ സംഭവമായിരുന്നു. അതിനു മുമ്പ് ഉമിക്കരി പോലത്തെ സംഭവങ്ങളായിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് TV അഡ്വർടൈസ്മെന്റ്സിലൂടെ അല്ലെങ്കിൽ റേഡിയോ അഡ്വർടൈസ്മെന്റ്സിലൂടെ കോൾഗേറ്റ് എന്നൊരു കമ്പനി ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തി പഠിപ്പിച്ചു, ആൾക്കാരെ പഠിപ്പിച്ചു, അത് യൂസ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചു. ആ പഠിച്ചതിന്റെ ഭാഗമായിട്ടാണ് കൺസിഡറേഷൻ വന്നത്. ദാറ്റ് മീൻസ് ഇത്രയും ലാർജ് ക്വാണ്ടിറ്റി ആൾക്കാരെ പഠിപ്പിച്ചപ്പോ അവര് കുറച്ചു പേര് കൺസിഡർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതായത് കുറച്ചു പേര് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി ജസ്റ്റ് ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതി കുറച്ചു പേര് ട്രൈ ചെയ്തു. ട്രൈ ചെയ്യാമെന്ന് കരുതി അവിടെ ട്രൈ ആയില്ല, കൺവേർഷൻ ആയിട്ടില്ല. കുറച്ചു പേര് ഇത് കൊള്ളാം, നല്ല പ്രോഡക്റ്റ് ആണല്ലോ എന്നൊരു കൺസിഡറേഷൻ നമുക്ക് തന്നു. അവിടെ നിന്ന് അടുത്ത സ്റ്റേജ് അത്രയും അപ്പൊ അവയർനെസ് എത്ര പേർക്ക് നമ്മൾ കൊടുത്തു എന്ന് നോക്കൂ. വലിയൊരു ഏരിയ ആണ്. അവിടെ നിന്ന് കൺസിഡറേഷൻ ചെയ്തവര് വീണ്ടും അതിന് താഴെയാണ്. കൺവേർഷൻ, അതായത് അതിനെ സെയിലാക്കി മാറ്റിയത് അതിലും താഴെയാണ്. അപ്പോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സെയിൽസ് നടക്കുന്നത്. ഫണലിലെ ആദ്യത്തെ ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ് ആണ് അവയർനെസ് അഡ്വർടൈസ്മെന്റ്സ്. അത് വലിയൊരു എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്നില്ല. പെർ ഡേ ഒരു 100 രൂപയ്ക്കാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ബ്രാൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു സർവീസ് ഒരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ അവയർനെസ് കൊടുത്തിരിക്കണം. അവയർനെസ് കുറഞ്ഞു പോയാൽ നിങ്ങളുടെ ഈ കൺസെൻട്രേഷൻ കുറയും, രണ്ടാമത് വരുന്ന കൺവേർഷനും കുറയും. അപ്പൊ അവയർനെസ് എത്രത്തോളം നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നു അതുപോലെ ആയിരിക്കണം. അതായത് ബ്രാൻഡ് സ്റ്റോറി, നമ്മുടെ ബ്രാൻഡിന്റെ സ്റ്റോറി എന്താണോ അത് ആൾക്കാരിലേക്ക് എത്തിക്കുക. അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അത് ആൾക്കാരിൽ എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത്, അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റർ ആയിട്ടോ ക്രിയേറ്റ് ചെയ്ത് മാക്സിമം ആൾക്കാരെ ഇത് അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥാപനമാണ് തുടങ്ങാൻ പോകുന്നത്, ആ സ്ഥാപനം ഇന്ന സ്ഥലത്തുണ്ട് എന്ന് മാക്സിമം ആൾക്കാരെ അറിയിക്കുക. അതാണ് ഈ ഒരു കാറ്റഗറി അഡ്വർടൈസ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്താണ് ഈ ഒരു ഇതിൽ വരുന്ന ട്രാഫിക് അഡ്വർടൈസ്മെന്റ് ഉണ്ട്, എൻഗേജ്മെന്റ് അഡ്വർടൈസ്മെന്റ് ഉണ്ട്. അതൊരു കൺസിഡറേഷൻ. അവിടെ വരുന്ന ലീഡ്സ് വരും. അത് നമുക്ക് റീൽസിലൂടെ, പോസ്റ്റേഴ്സിലൂടെ, ക്യാരസിൽ എന്ന് പറഞ്ഞാൽ 1, 2, 3 പോസ്റ്റേഴ്സ് മാറ്റി മാറ്റി വരുന്ന രീതിയിൽ ചെയ്യുന്ന ഇതാണ് പോസ്റ്റുകളാണ് കാരസൽസ് എന്ന് പറയുന്നത്. പിന്നെ ലീഡ് ജനറേഷൻ ആഡ്സ്, ദാറ്റ് മീൻസ് ട്രാഫിക് ആഡ്, എൻഗേജ്മെന്റ് ആഡ്, ലീഡ് ഫോം വെച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ്, ഇതെല്ലാം കൺസിഡറേഷൻ ആണ്. അവിടെ ലീഡ് വരുന്നു. അപ്പൊ ഒരു 50 ലീഡ്സ് വന്നാൽ ചിലപ്പോൾ 1, 2 പേരായിരിക്കും നിങ്ങൾക്ക് കൺവേർഷനിലേക്ക് വരുന്നത്. അപ്പോഴും ക്വാണ്ടിറ്റി കണ്ടോ, ഇത്രയും വരുന്നുണ്ട്, പക്ഷെ കൺവേർഷന്റെ ക്വാണ്ടിറ്റി വീണ്ടും കുറയും. കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് നമ്മളിപ്പോ ഫോണിലൂടെയും വാട്സപ്പിലൂടെയും ബന്ധപ്പെടുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ ആ ഒരു സെയിൽസിനെ നമ്മൾ ക്ലോസ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അവർക്ക് വിൽക്കുന്നു. അതാണ് കൺവേർഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്
നമ്മുടെ അഡ്വർടൈസ്മെന്റ്സ് റൺ ആക്കുന്നത്. അപ്പോൾ കൺവേർഷൻ കുറയുന്നു എന്ന് കാണുമ്പോഴേക്കും വീണ്ടും അവയർനെസ് ആഡ് റൺ ചെയ്യാൻ തുടങ്ങണം. വീണ്ടും അത് ലീഡ് ആഡിലേക്ക് വരണം. ലീഡ് ആഡ് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിയുമ്പോഴായിരിക്കാം അതൊരു കൺവേർഷനിലേക്ക് വരിക. അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആൾക്കാരെ അറിയിക്കുക. ഓക്കെ. അപ്പോ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവയർനെസ് ആണ്. രണ്ടാമത് ചെയ്യേണ്ടതാണ് ലീഡ് ആഡുകൾ. ട്രാഫിക് ആഡ് ആവാം, അത് എൻഗേജ്മെന്റ് ആഡ് ആവാം, അല്ലെങ്കിൽ ലീഡ് ഫോം വെച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആവാം. അത് എന്ത് കാറ്റഗറി വേണമെങ്കിൽ ലീഡ് ആഡ് ആവാം. അവിടെ നിന്ന് നമ്മൾ വാട്സപ്പിലൂടെയും ഫോൺ കോളിലൂടെയും അവരെ കോൾ ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ അവരെ സെയിൽസ് ആക്കി മാറ്റുന്നു. ഓക്കെ.